ഉജ്ജയിനിയിലെ RSS നേതാവ് കുന്ദനാണ്, കുന്ദൻ ചന്ദ്രാവാത്. മൂപ്പർ പറഞ്ഞത് ചില്ലറ കാര്യമൊന്നുമല്ല, പിണറായി വിജയൻ്റെ തലയെടുക്കുന്ന കാര്യമാണ്. തലയെടുത്ത് വരുന്നവന് 1 കോടി രൂപ കൊടുക്കുമെന്ന്. കാശില്ലെങ്കിൽ വീടും പറമ്പും വിറ്റിട്ടെങ്കിലും കൊടുക്കും. പണ്ട് ഗോദ്രയിൽ 53 ഹിന്ദുക്കളെ കൊന്നതിന് 2000 മറ്റവന്മാരുടെ തലയെടുത്ത കഥ ഓർമ്മിപ്പിച്ചുകൊണ്ട് കുന്ദൻ ഇടതുപക്ഷക്കാരോട് പറയുന്നത്, ഞങ്ങളുടെ 300 പ്രചാരകരെയും കാര്യവാഹകന്മാരെയും നിങ്ങൾ കൊന്നിട്ടുണ്ടെങ്കിൽ 3 ലക്ഷം കമ്മ്യൂണിസ്റ്റുകാരെ ശരിയാക്കി കളയും എന്നാണ്. ജാഗ്രത. പിന്നെ ഒരു ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അങ്ങയുടെ തലയെടുക്കാൻ RSSന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം വരുന്നു, 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് RSS നേതാവ് പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഉജ്ജയിനിലെ RSS പ്രമുഖ പറഞ്ഞേക്കുന്നത് സംഘപരിവാർ പലരുടെയും തലയെടുത്തതാണല്ലോ, അതുകൊണ്ട് നമുക്കിപ്പോൾ സഞ്ചരിക്കാതെ പറ്റില്ലല്ലോ. ഭയമില്ല. ശരി. ഭയമെന്ന് കേട്ടാൽ ഇരട്ടച്ചങ്കിന് ചിരിയാണ് വരിക എന്നറിയാത്ത 2 കൂട്ടരെ കേരളത്തിലുള്ളൂ. ഒന്ന് മാധ്യമപ്രവർത്തകർ, പിന്നൊന്ന് RSS പ്രവർത്തകർ. RSS താങ്കളെ തടയാൻ തീരുമാനിച്ചിട്ടില്ലല്ലോ. രാഷ്ട്രീയ സ്വയംസേവക സംഘം ഇന്ത്യയിൽ തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ച എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ഹിമാലയം കടന്നു പോകണമെങ്കിലും കടന്നുപോയി ആ തീരുമാനങ്ങളെല്ലാം പ്രാവർത്തികമാക്കാൻ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങൾക്ക് പറയുവാനുള്ളത്, കേരളത്തിലും RSS പ്രതിഷേധ സമരം തുടങ്ങാൻ തീരുമാനമെടുത്താൽ യാത്ര ചെയ്യാൻ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് BJP പറയാൻ ആഗ്രഹിക്കുകയാണ്. ആഗ്രഹിക്കുക മാത്രമല്ല, പറഞ്ഞിട്ടുമുണ്ടല്ലോ. ഇതിനേക്കാൾ കടുപ്പിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇതൊരു താക്കീതാണ്, ഈ കേരളത്തിലെ മാതൃത്വത്തിന്റെ താക്കീതാണ്. ഞങ്ങൾ ഇറങ്ങും ഈ തെരുവിലേക്ക്. ആയുധം പിടിച്ചാണെങ്കിൽ ആയുധം പിടിച്ച്, ആയുധം നാവാണെങ്കിൽ ആ നാവ് പിടിച്ച്, ആയുധം വാളാണെങ്കിൽ ആ വാള് പിടിച്ച്, ആയുധം കത്തിയാണെങ്കിൽ ആ കത്തി പിടിച്ച്, തീപ്പന്തമാണെങ്കിൽ ആ തീപ്പന്തം പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ മക്കളുമായി ഈ തെരുവിലേക്ക് ഇറങ്ങുമെന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനോട്, ഇവിടുത്തെ മുഖ്യമന്ത്രിയോട് ഒരിക്കൽ കൂടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതൊക്കെ സാധാരണ നമ്മുടെ നാട്ടിൽ വർത്തമാനം പറയാൻ എല്ലാവരും നല്ല ഭീഷണിപ്പെടുത്തി തന്നെ വർത്തമാനം പറയല്ലോ. ഭീഷണി യേശുന്നവരെടുത്ത് അത് ലേശം ഫലം ചെയ്യും. ഇത് അതൊന്നും മറ്റാളുകളെടുത്ത് പ്രയോഗിച്ചിട്ട് കാര്യമില്ല, ഈ ഭീഷണി യേശാത്തവരെടുത്ത് പ്രയോഗിച്ചിട്ട് കാര്യമില്ല. പിന്നെ കാലം മാറിയല്ല. കുരിശ് യേശുവിൽ യേശില്ല എന്ന് പറഞ്ഞതുപോലെയാണിത്. ഭീഷണി പിണറായി വിജയനിൽ യേശില്ല. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു തുടർച്ചയായ പ്രചരണമാണ് RSS നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പിണറായി വിജയൻ്റെ ഒരു രോമം പോലും തൊടാൻ RSSകാർക്ക് കഴിയില്ല എന്നവർ മനസ്സിലാക്കണം. RSSകാർ CPMനോട് കളിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ RSSകാരെ CPM കളി പഠിപ്പിക്കും. ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര ഭംഗിയായിരിക്കില്ല. ഒരു ഇടവേള കഴിഞ്ഞ് കാണാം.